അമ്മ ഇന്ന് ചാച്ചൻ്റെ നാഗം മുഴുവൻ മുറിക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നല്ലോ. നഖവേ കഴിഞ്ഞ പ്രാവശ്യം വെട്ടാൻ ഒത്തില്ല. ആണോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പം കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞൊരു നഖംപെട്ടിയൊക്കെ മേടിച്ചു. സമയം കിട്ടിയില്ല വെട്ടാൻ. ഞാൻ പിന്നെ മറന്നും പോയി, ഇങ്ങ് പോന്നു. ഇനി ഇപ്പൊ അന്നേരത്തിന് നഖമെല്ലാം നീണ്ടു. അത് കുഴപ്പമില്ല, നഖം വെട്ടി മുറിച്ച് മൊത്തം കളയരുത്. ഞാൻ ചെല്ലുമ്പോ ഞാനല്ലേ വെട്ടുന്നേ. മഴയ്ക്കുള്ള ലക്ഷണം കേട്ടോ, നല്ല മഴമൂടൽ കയറിയിട്ടുണ്ട്. അമ്മച്ചി മഴയ്ക്ക് മുന്നേ കുളിച്ചോ കേട്ടോ. മഴയ്ക്ക് മുമ്പ് മഴ പെയ്താലും ഞാൻ വരയ്ക്കാത്തല്ലേ കുളിക്കുന്നത്. അതേ കിടക്കുന്നു. ഇതിപ്പോ നമ്മളോടാടാ. മുറ്റത്തിറങ്ങിയെന്നല്ലല്ലോ തണുപ്പ് വരുമ്പോ പറയുവേ ഞാൻ കുളിക്കുന്നില്ലെന്ന്. എളുപ്പം കുളിച്ചോ. ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി അല്ലേ? കുളിക്കണമെന്നും പറഞ്ഞോണ്ടാണോ ഇരിക്കുന്നേ? അതെ അതെ, ഇത് സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, എന്നോട് മുമ്പേ പറഞ്ഞു മഴയ്ക്ക് മുന്നേ കുളിക്കണമെന്ന്. ഇടയ്ക്കിടയ്ക്ക് വിട്ടു പോകുന്നുണ്ട് കേട്ടോ, മറന്നു പോകുന്നുണ്ട്. അയ്യപ്പൻ സാധാരണ പുറത്ത് ഇരിക്കുന്ന എങ്ങനെയാ? ആരുടെ പുറത്താ? എന്നാ അത് തന്നെ. ഉത്സവത്തിന്റെ നോട്ടീസാ. ഒരാള് കിട്ടിയപ്പോഴേ വായനയെല്ലാം കഴിഞ്ഞിരിക്കുക. ചാച്ചൻ എന്നോട് ചോദിച്ചു എത്ര രൂപ പിരിവ് കൊടുത്തു. ഞാൻ പറഞ്ഞ എല്ലായിടത്തും പിരിവ് പോകുന്നുണ്ട്, 2000, 500, 1000 ഒക്കെ വെച്ച് പോകുന്നുണ്ട്. ഇനിയിപ്പോ ഇവിടുത്തെ പിരിവ് കൊടുക്കണമെന്ന്. അവിടെ എല്ലാം കൊടുക്കണം മൊത്തം. ഇവിടെ അമ്പലം പണിയുന്നതിന്റെ ഉണ്ട്, പിന്നെ ഉത്സവത്തിന്റെ അന്നദാനത്തിന്റെ ഉണ്ട്. ഇപ്പൊ ഇവിടെ വന്നേച്ച് പോയി. ഞാൻ പറഞ്ഞു അങ്ങോട്ട് വന്നേക്കാന്ന് പറഞ്ഞു. അമ്പലം എല്ലാം നാട്ടുകാരുടെയാ. ചാച്ചന്റെ നഖം വെട്ടാന്ന് പറഞ്ഞപ്പോഴേ അമ്മച്ചേട്ടെന്ന് പറയുക കറിക്കത്തി എടുത്തോണ്ട് പാടി. ഇപ്പൊ കറിക്കത്തിയും കൊണ്ടല്ലല്ലോ എന്നിട്ട് വെട്ടുന്നേ. നേരത്തെ ആയിരുന്നു കറക്കത്തിയും കൊണ്ടൊക്കെ ആയിരുന്നു വെട്ടിക്കൊണ്ടിരുന്നത് അല്ലേ? അത് ശരിയാ. അമ്മച്ചിക്ക് ഇതുകൊണ്ട് അറിയത്തില്ലല്ലേ? പക്ഷെ കറിക്കത്തിക്കൊന്നും ഇപ്പൊ കേറുകയില്ല, മുറിയുവല്ല, ഭയങ്കര കട്ടിയായി. മഴയായി കേട്ടോ. മഴ പെയ്യാൻ തുടങ്ങി, തുള്ളാൻ തുടങ്ങി. ഇത് കണ്ടോ, തുള്ളി തുള്ളി വീഴാൻ തുടങ്ങി. സ്വർണ്ണാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നതാണ്. എത്ര വയസ്സായാലും ഞങ്ങക്ക് സ്വർണ്ണം വെള്ളിയൊക്കെ കണ്ടാലേ അല്ലേ? സ്വർണ്ണം വെളിയിൽ കാണുന്നിടത്ത് ജുവലറിയുടെ പരസ്യം മാത്രമേ കണ്ടുള്ളൂ. അതെ അതെ, ഇതിനകത്ത് ഇത്ര എഴുതിയിട്ട് ജൂബിലറിന്റെ പരസ്യം കണ്ടു. അത് വേറെ ഒന്നും ഇതിനകത്ത് മുഴുത്തായിട്ടില്ലല്ലോ. നല്ല ഒന്നാന്തരം മാലയും കമ്മലും ഒക്കെ കണ്ടോ? അവിടെ കയ്യിലിരിക്കുള്ളൂ. അതെ, നമ്മള് കണ്ടോണ്ടിരിക്കാം. അവൾക്ക് കഴുത്താക്കൂടെ എല്ലാം തൂക്കിയിട്ടിട്ടുണ്ട്. കണ്ടോ എന്തേരാന്ന്? അയ്യോ, 1, 2, 3 അതിൽ ഒരെണ്ണം ഇങ്ങോട്ട് താടിയെന്ന് പറ. താടിയെന്ന് പറയുന്നതിനകത്ത് എടുത്താ മതിയല്ലോ. അതെ, നമ്മുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. താടിയെന്ന് പറഞ്ഞാ ഇപ്പൊ അവള് തരുവോ? മഴ പെയ്യുമായിരുന്നെങ്കിലേ ഇതെല്ലാം എടുത്തൊന്ന് മഴയത്തോട്ട് വെക്കായിരുന്നല്ലേ. ഇത് കണ്ടോ, പൂവ് ഇത് കണ്ടോ, മറ്റേ ചെറിയ ചെറിയ പൂക്കളായി വരുന്നുണ്ട്. മുട്ടുണ്ട്, പക്ഷെ പ്രാണി പിടിക്കാൻ തുടങ്ങിയത്. വിരിഞ്ഞതേ കുഴപ്പമില്ല, വിരിയാത്തതേലുണ്ട്. ഇത് കണ്ടോ, ഈ വിറകെ ഞാൻ കുറെ പെറുക്കി അടിക്കുകയായിരുന്നു. ഗ്യാസ് കിട്ടുകയല്ലോ കേട്ടോ, ഞാൻ ഒത്തിരി ചോദിച്ചു, ആരും വിറകുണ്ടല്ലോ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഗ്യാസ് എല്ലാം തീർന്നു. വിറകുണ്ട്, പക്ഷേ എങ്കിൽ നമുക്ക് അടുപ്പില്ലാത്തൊരു പ്രശ്നമാണ്. ഈ ചുമലപ്പൂ കാണാൻ നല്ല രസമല്ലേ? ഇത് കണ്ടോ, ഇതിന്റെ ഈ ഓറഞ്ചിന്റെ വേറൊരു കളർ കിട്ടിയത്. രണ്ട് കളർ അല്ലേ? ഇത് ഞാൻ ഓർത്ത് ആ ചട്ടിക്കകത്തിരിക്കുന്നതായിരിക്കും, പക്ഷെ ഇത് വേറെ കളറാ. വെള്ള പൂക്കളുണ്ടോ അതിനകത്തുണ്ട്, ഇഷ്ടം പോലെ പൂവായി. ഇതിനെ ഒടിച്ച് കുറെ നടണം. ഇതിന്റെ തണ്ടൊടിച്ച് നല്ല രസമല്ലേ, ഒരു ഏരിയ മൊത്തം ആവും. ഈ തണ്ടൊടിച്ച് അങ്ങോട്ട് നടണം. വിറകെടുക്കാണ്ട് ഇതൊരു പ്ലാസ്റ്റിക് വെള്ളം വാങ്ങിച്ച് അവിടെ തന്നെ മൂടിയിടാന്ന് വെച്ചാൽ ഇതിനെയും പെറുക്കി അപ്പുറത്തോട്ട് മാറ്റാന്ന് പറഞ്ഞ ഇച്ചിരി പണിയാ. കവാത്തെല്ലാം എടുത്തോണ്ട് ഏലം കാണാൻ നല്ല രസമല്ലേ? അതെ, ഒരു മഴയും കൂടെ കിട്ടിയാൽ നല്ലതായി. മഴയും കൂടെ പെയ്യും. ഇനിയിപ്പോ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ആശ്രയം കേട്ടോ. അമ്മച്ചിക്ക് ചൂടുവെള്ളം കുളിക്കാൻ ചൂടുവെള്ളം. ഗ്യാസ് തീർന്നതോടുകൂടി ഇതാ നമ്മുടെ അടുത്ത കലാപരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് വിറകുള്ളതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അടുപ്പില്ലാത്ത ഒരു പ്രശ്നം. മഴ പെയ്താ വെയിലാണ്. നമ്മുടെ പ്രകാശേട്ടനോട് ചോദിച്ചായിരുന്നു, പുള്ളി പറഞ്ഞു ഈ സൈഡിലോട്ട് ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ട് റെഡിയാക്കി എടുത്തോളാം, നമുക്കൊരു നാടൻ അടുക്കളയും കൂടെ സെറ്റ് ചെയ്യാം. അല്ലെ പിന്നെ ഗ്യാസ് അകത്തെ അടുക്കള ഗ്യാസ് മാത്രമല്ലേ ഉള്ളൂ,
ഷീറ്റ് മണ്ടേ മാത്രം ഇട്ടാൽ മതിയോ? സൈഡ് മറക്കണ്ടേ? സൈഡ് കാറ്റ് നമുക്ക് പച്ചവലയൊക്കെ വെച്ച് മറച്ചു കൊടുക്കാം. നല്ല കാറ്റ് സമ്മതിക്കത്തില്ല. ഗ്യാസ് കിട്ടിയപ്പോൾ വിറകിനോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പം പതുക്കെ വിറകിനോട് താല്പര്യമായി തുടങ്ങി. ഈ പറമ്പിൽ നിറച്ച് വിറക് കിടപ്പുണ്ട്. അതെല്ലാം പെറുകൊണ്ട് വന്ന് ഇനിയിപ്പോൾ മൊത്തം നനയാതെ വെക്കണം. ഇന്ന് ഇത്ര അടിക്ക്. ഇത് പക്ഷെ നനയാതിരിക്കാനായിട്ട് പടുത വാങ്ങിച്ചിട്ട് മൂടിയിടണം. ഇതെങ്ങനെയെങ്കിലും മഴ പെയ്യുമ്പോഴേ നനയുമല്ലേ. അടുപ്പും കൂടെ സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി പുകയൊക്കെ വരുമെന്നുള്ളൂ. അതുപോലെ അല്ലേ? നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഈ ടൗണിൽ ഫ്ലാറ്റിലും ടൗണിലൊക്കെ താമസിക്കുന്നവരാണ്. അവിടെയാണ് ഹോട്ടലും അടയ്ക്കുവോ? അയ്യോ ഒരു കാര്യം ചെയ്യാം, ഉള്ള വിറകൊക്കെ വെച്ച് അതിനൊക്കെ കഞ്ഞിയും കറിയൊക്കെ വെച്ച് കഴിക്കാം. മഴ പെയ്യാൻ തുടങ്ങിയ ആലിപ്പഴം വീഴുന്നു. ആലിപ്പഴം വീഴുന്ന പേർക്കാരായിട്ട് ഇറങ്ങി നിൽക്കുന്നതാണ്. മഴയും പിടിച്ച് കല്ലിടുന്ന പോലെ സൗണ്ട് കേട്ടെ. മഴത്തുള്ളി അല്ലായിരുന്നു, ആലിപ്പഴം പെയ്തു വരാൻ തുടങ്ങി. അതുകൊണ്ട് മഴയൊക്കെ കണ്ടിരിക്കാൻ രസമില്ലേ? അമ്മച്ചി പോയി ഒരെണ്ണം തപ്പി എടുത്തോണ്ട് വന്നു. ആണോ? ഏതായാലും മഴ നല്ലപോലെ പെയ്യുമായിരുന്നേ ചെടിക്കും എല്ലാം മൃഗങ്ങൾക്കും ജീവികൾക്കും ഒക്കെ ഒരു ആശ്വാസമായിരുന്നു. പക്ഷെ വീഴുന്ന തുള്ളി വലിയ തുള്ളിയാ. അതെ, വേനൽ മഴയല്ലേ. ആ ചെടിയും കൂടി ഒന്നെടുത്ത് വെയിലത്ത് ഞാൻ ഇറക്കി വെച്ച് വരുമ്പോഴത്തേനും മഴ പോകും തോന്നുന്നു. ഓരോന്നോരോന്ന്. അതെ, അത് ഈയിടെ മറിഞ്ഞു വീണിട്ട് അതിന്റെ വേരെല്ലാം ഇളകി വാടി നിൽക്കുവോ. ഇത് കഴിഞ്ഞ ദിവസം പോപ്പിയേ വണ്ടിനിട്ട് എറിഞ്ഞതാ. അതെടുത്താ മഴയത്തോട്ട് നോക്കി. ഇത് കാണുമ്പോഴത്തേനും മഴ മിക്കവാറും ജീവനം കൊണ്ട് ഓടും. എല്ലാം പെറുക്കി വെച്ച് കഴിയുമ്പോ മഴയുടെ വഴിക്കും പോകും. ഇത് വെക്കണോ? ഇത് വെച്ചാൽ അതുകൂടെ എടുത്ത് വെച്ചു. നല്ലപോലെ പെയ്യട്ടെ. അമ്മച്ചി കുളിച്ച് നല്ല സുന്ദരിയായിട്ട് വന്നു കേട്ടോ. അതെ, മഴ നല്ലപോലെ പെയ്തു വന്നാ അമ്മച്ചി കുളിക്കാന്ന് പറഞ്ഞപ്പോഴേ മഴ പോയി. അമ്മച്ചി കണ്ണാടി ഒന്നും ഇല്ലാതെ എല്ലാം വായിക്കും. എനിക്ക് കണ്ണാടി അതെ വേണോ? പിന്നെ വെള്ളത്തിൽ കുടിച്ചമ്മച്ചി അത് മാറിക്കോളും. കണ്ണാടിയില വെക്കാതെ വായിച്ചാൽ മതി അല്ലേ? എനിക്കും അങ്ങനെ വന്നതാ. പോയി സ്ഥലം പറഞ്ഞു കിട്ടും. കൊള്ളാം. നാളത്തേക്ക് നമ്മൾ കണ്ണാടി ഉപയോഗിക്കാതിരുന്നാ മതി അല്ലേ? കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിശക്കാൻ തുടങ്ങിയോ? ഓ ഇല്ലേ, നമുക്കൊരു അട ഉണ്ടാക്കിയാലോ? എന്നേലും കാണില്ല, കാണിച്ചാ തിന്നും ഇല്ലേ അവിടെ കിടക്കും. നിർബന്ധമൊന്നുമില്ല. ഗോതമ്പ് പൊടിയൊക്കെ ഇരിപ്പുണ്ട്, നമുക്ക് ഒരു അട അങ്ങ് ഉണ്ടാക്കിയാലോ? ഇച്ചിരി തേങ്ങ ഇടുവാണല്ലോ ഇടും. ഇച്ചിരി പഞ്ചസാരയും കൂടെ. പഞ്ചാര ഇട്ടില്ല ഇച്ചിരി മുക്കി തിന്നാലും മതി. ഒന്ന് നമുക്ക് നോക്കാം, ഇച്ചിരി അട ഉണ്ടാക്കാം. മഴയൊക്കെ പെയ്യുമ്പോ അടയൊക്കെ ഉണ്ടാക്കി തിന്നെ നല്ല അതാ പറഞ്ഞ കാളിന്തി തന്നിലാളിമാർ കുളിക്കുന്നേരം കാണാതെ കാർമോകിൽ വർണ്ണൻ ഓടിയങ്ങ് ചെന്നാടക വർണ്ണു ചാടിയാലിന് മുകളിൽ വസിച്ചാൽ കണ്ണ കാമേല നയന. മഴ പെയ്യാൻ എവിടെയോ തുടങ്ങിയപ്പോഴേ നമ്മുടെ പോപ്പി ബായ് ഇവിടെ നമുക്ക് കടുങ്കാപ്പി എടുക്കുന്നുണ്ട്. നീ അവന്റെ ചെവിയിലോട്ട് നോക്ക്. നീ ഇവനെ എന്നാ വിളിക്കുന്നത്? അമ്മച്ചിയേ പാട്ട് ഒന്ന് ഓണായി കിട്ടിയ പിന്നെ അമ്മച്ചി പാടിക്കൊണ്ടേയിരിക്കും. ഒരു കാര്യം ചെയ്താലോ? റസ്കം നിനക്ക് കടുങ്കാപ്പി വേണോ? എടുത്തുപോയി. ആണോ? കഴിക്കുന്നോ? അല്ലെങ്കിൽ അതും കഴിക്കാം. എന്നാലും കനത്തിൽ എന്താ ഉള്ള മീൻകറിയുടെ ചട്ടിയുണ്ട്, അതിനകത്തിട്ട് ചട്ടിച്ചോറ് ഉണ്ടാക്കി തരട്ടെ? കനത്തില് മീൻകറിയുടെ ചട്ടി. ചട്ടിക്കാകുമ്പോ കനമുണ്ടല്ലോ. ചട്ടിച്ചോറ് ഉണ്ടാക്കി തരട്ടെ? ഒരു ശകലം നേരം വെയിറ്റ് ചെയ്യുവാണെങ്കിൽ അട ഉണ്ടാക്കി തരാം. അന്നേരം അതും തിന്നാം. എന്നാ കുഞ്ഞി നോക്കുന്നേ? കുഞ്ഞിക്ക് ഭയങ്കര ഒരു സംശയം. കുഞ്ഞി മിറ്റത്തായിരുന്നു. കുഞ്ഞി ഓടി തിന്നെ കൂടെ കയറി വന്നപ്പോഴേ ചാച്ചൻ ഇരിക്കുന്ന കണ്ടിട്ട് ഓടി വന്നിട്ട് എന്നോട് ചോദിക്കുക, ഇതെൻ്റെ അമ്മ ശ്രീനാരായണ ഗുരുവിനെ തിണ്ണയിലിരുത്തിയേക്കുന്നതെന്ന്. അമ്മച്ചേ, ഞാൻ 2 ചുരിദാർ വാങ്ങിച്ചായിരുന്നു. അത് നമുക്ക് ചേരുവല്ലെന്നാണ് പറഞ്ഞത്.
അപ്പൊ ഞങ്ങൾ അത് അവിടെ ഞാൻ ഇട്ട് കാണിച്ചപ്പോഴേ അമ്മച്ചി പറഞ്ഞു അതിന് ഇറക്കമില്ല. ആണോ? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പോയി മാറിയേക്കാം. ഇത് മാറി നല്ല എടുത്തോണ്ട് വരാം. ഉം. ഇത് സപ്ലൈക്കോയിൽ കയറാൻ അതിനകത്തൊന്നും ഇല്ല, അത് അമ്മച്ചിക്ക് തരിക. പോയിട്ട് വരാം. പോയിട്ട് വരാം. എന്നാ വേണം പോയി വരുമ്പോ? തിന്നാനുള്ള മേടിച്ചോണ്ട് വരാൻ പറയാൻ പറ്റിയ അല്ലാതെ തിന്നാനുള്ളതിൽ ഇവിടെ കാണിയില്ല. ഇവിടെ ഒന്നുമില്ല. ഇല്ലെങ്കിൽ അവർക്ക് ഞാനൊന്നും വെച്ചില്ല. ഇല്ലെങ്കിൽ അവർക്ക് മനോഹരം കൊണ്ടുവരണം. അതെ, അത്രേ ഉള്ളൂ. എന്നാ കൊണ്ടുവന്നാലും ഞാൻ തിന്നും. എന്നാ പോയിട്ട് വരാം. എന്നെ കഴിക്കലാക്കല്ല. എന്നെ കടിക്കലാത്തല്ല ഞാൻ തിന്നുന്നല്ലേ. എന്നാണേലുവേ വീടിന്റെ വാതിൽക്ക് ഇങ്ങനെ രണ്ടുപേരിരിക്കുന്നത് കാണുമ്പോ എന്നെ ഒരു ഐശ്വര്യം അല്ലേ. പ്രായമായ കാരണന്മാര് വീട്ടിൽ വേണം, അവരെ നല്ലപോലെ നോക്കുകയും ചെയ്യണം. അവരുടെ ഒരു ഭാഗ്യം അല്ലേ രണ്ടുപേർക്കും കൂടി ഇത്രയും കാലം ഒരുമിച്ച് ജീവിക്കാനേ. അതെ. എത്ര വർഷം? ചാച്ചനെ ഈ വൈകുന്നേരവും രാവിലെയൊക്കെ ഉണ്ടല്ലോ എല്ലാ ദിവസവും ഞാൻ കാണുന്ന കാലം മുതൽ അങ്ങനെ ഒരു വെളുപ്പിനെ 3 മണിക്കൊക്കെ എഴുന്നേക്കും. എന്നിട്ട് 3 മണി മുതൽ പുള്ളി ഒരു 5 മണി വരെയൊക്കെ നാമം ചെല്ലും. അത് വലിയ ശല്യമൊന്നുമില്ല, ആൾക്കാരോടൊന്നും പറയത്തൊന്നുമില്ല. ഇല്ലില്ല. അതുപോലെ തന്നെ ഒച്ചത്തിലും അല്ല. അല്ലല്ല പതുക്കെ. പിന്നെ വൈകുന്നേരം ആണല്ലോ അതെ, വൈകിട്ട് 5 മണിയാകുമ്പോ തൊട്ട് ഇരിക്കാൻ പറ്റുന്നത്ര സമയം ഇരുന്ന് നാമം ചെല്ലും. മഴ വന്നത് പോയി കേട്ടോ. അതെ, അറിയത്തില്ല രാത്രി നല്ലപോലെ മഴയ്ക്ക് അങ്ങ് ഇടിയും പറ്റി പെയ്യാൻ തുടങ്ങിയതായിരുന്നു അല്ലേ. പെയ്യാൻ തുടങ്ങി, ആലിപ്പഴവും വീണു, വന്ന പോലെ പോയി. പിന്നെ അങ്ങ് പോയി, എതിരെ പോയെന്നൊരു പിടുത്തമില്ല. പക്ഷെ നല്ലപോലെ ഒന്ന് പെയ്തായിരുന്നെങ്കിൽ ഈ പച്ചവല എല്ലാം അഴിച്ച് കളഞ്ഞ് ചെടിയൊക്കെ നല്ലപോലെ നല്ല റെഡിയായിട്ട് നിന്നേനെ അല്ലേ. ഇങ്ങനെ നമ്മളൊക്കെ നോക്കുമ്പോ മനസ്സിലാകുമല്ലേ ഏതെങ്കിലും ഒരു മലമേളിൽ കയറിയിട്ട് താഴോട്ട് നോക്കണേ, എവിടെ നോക്കിയാൽ ഈ പച്ചവല ഇങ്ങനെ വലിച്ചു അതല്ല ഈയിടെ നമ്മൾ ഡ്രോൺ വിട്ട് നോക്കിയില്ലേ, എല്ലാ സ്ഥലത്തും കുറച്ചു പേര് ആൽച്ചോട്ടി വന്നിരിക്കുന്നുണ്ടോ. അതെ, രാത്രി വന്നിരിക്കുവായിരുന്നു ഇവിടെ. ആലിന്റെ ഇല എല്ലാം നല്ലപോലെ താളത്ത്. ഇത് ഓരോ ആലിന്റെ ഓരോ സമയത്ത് ഇല പൊഴിയുന്ന കേട്ടോ. അതെ അതെ അതെ. അമ്പലം എല്ലാം പൊളിച്ചല്ലേ, എല്ലാം പൊളിച്ചോണ്ടിരിക്കുന്നു, ഉടനെ പുതുക്കി പണിയുന്നതായിരിക്കും. അതെ, നമ്മൾ തൂക്കുപാലത്തെ സപ്ലൈക്കോയിലാട്ടോ നിൽക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം പെറുക്കിയെടുക്കാം. തൂക്കുപാലത്തെ SNDP-യിലേ ഉത്സവമാട്ടെ, ഇന്നാ ഘോഷയാത്ര. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കണ്ടില്ലായിരുന്നോ ഇവിടെ നമ്മൾ ഉത്സവമാന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ? ഇന്ന് ഘോഷയാത്ര ഉണ്ട്. വൈകുന്നേരമേ വൈകിട്ട് സന്ധ്യയായിട്ടാ ഇവിടെ എല്ലാം ഘോഷയാത്രയെ. നല്ല ആളുണ്ട് കേട്ടോ. ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പറഞ്ഞത് തുടങ്ങുന്നത്. മുമ്പേ അനൗൺസ്മെന്റ് കേട്ടായിരുന്നേ, ഘോഷയാത്രയിൽ പങ്കെടുക്കേണ്ടവരെല്ലാം ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരണോന്നൊക്കെ പറഞ്ഞു. ശരി, ഘോഷയാത്ര മഴയായി പോവോ? വലിയ തിരക്ക് കാണുന്നില്ല ഈ റോഡിലൊന്നും. ട്രാഫിക് ഒക്കെ നിയന്ത്രണം ഉണ്ട്, അപ്പുറത്തൊക്കെ പോലീസുകാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. തൂക്കുപാലത്തെ ടൗണിൽ ഈ റോഡ് ഇങ്ങനെ പുതുക്കി പണിത് കഴിഞ്ഞപ്പം പാർക്കിങ്ങിന് ഒട്ടും ഇടയില്ല. പാർക്കിങ്ങിന് ഇടയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ട് സൈഡിലും അതുപോലെ വണ്ടിയാ എപ്പോഴും. ടൗൺ അത്ര ഒരു വികസനമില്ല, ബിൽഡിങ്ങുകളെല്ലാം പഴയ ഇരിക്കുന്ന പോലെ. ഇതാണ് പോലീസുകാരെ കിടപ്പുണ്ട്. ഇവിടുന്ന് ഘോഷയാത്ര തുടങ്ങാൻ പോവാ കേട്ടോ. ഘോഷയാത്ര തുടങ്ങാൻ പോവാ. എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. പ്ലോട്ടൊക്കെ ഒത്തിരിയാണ് കേട്ടോ. അതെ അതെ. നമുക്ക് ഈ ഉത്സവങ്ങൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാന്ന് തോന്നുന്നു എവിടെ ചെന്നാലും ഉത്സവങ്ങൾ കാണും. നമ്മള് പോകുന്ന വഴിക്കെല്ലാം ഉത്സവം കിട്ടുന്നുണ്ടല്ലേ. അതെ അതെ, നല്ല പരിപാടിയാ. പ്ലോട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. മഴ പെയ്യാതിരുന്നാ മതിയായിരുന്നല്ലേ. അതെ, ഒത്തിരി നാള് കൂടി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മഴ വരുന്നതാ. ഇതിപ്പം ഇതവിടെ ഇത്രയും ദൂരമല്ലേ ഉള്ളു, അവിടെ ചെന്ന് കഴിഞ്ഞ് പെയ്തോട്ടെ. അതെ അല്ലേ, എന്നാ കുറച്ചവിടെ കഴിഞ്ഞ് പെയ്താ മതി. അതെ, നേരെ അങ്ങോട്ടായിരിക്കും അല്ലേ, അല്ലെ പാലത്തിന്റെ ഇലയിൽ കറങ്ങി തിരിച്ചായിരിക്കും വരുന്നത്. ആയിരിക്കും. നമ്മുടെ ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ വിട്ട് നോക്കാം. ശരിയാ, ഓർത്തില്ലല്ലോ, നമ്മൾ അറിഞ്ഞില്ലല്ലോ. അതെ അതെ അതെ, അറിഞ്ഞില്ലല്ലോ. ബസ് സ്റ്റാൻഡിലൊന്നും ആളില്ല കേട്ടോ, നമുക്ക് അപ്പറേ പോയി തിരിച്ചു പോകാം. അറിയത്തില്ല, മഴയായതുകൊണ്ടായിരിക്കും, കാലാവസ്ഥ മോശമായതുകൊണ്ട് ആൾക്കാർ കുറഞ്ഞായിരിക്കും. ഉണ്ട്. ഞങ്ങളങ്ങനെ വന്ന് തൂക്കുപാലം വരെ വന്നു കേട്ടോ. തൂക്കുപാലം വന്നപ്പോഴത്തേക്കിനും നല്ല മഴയായി. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ള കേട്ടോ. ഇത് സായിയുടെ വൈഫും പ്രിയയൊക്കെ ഒന്നിച്ച് പഠിച്ചാൽ കോളേജിൽ. അപ്പം സായിയുടെ വൈഫ്
അതുപോലെ ചുരിദാർ മെറ്റീരിയൽസിൻ്റെ ഒക്കെ വിൽപ്പനയുണ്ട്. ഞാൻ ഇവിടുന്ന് 2 എടുത്തുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ അത് അവൾക്ക് ചേരിയല്ല. ഞാൻ പിന്നെ മാറ്റിയേക്കാന്നും കൊണ്ട് വന്നതാണ്. എങ്ങനെയുണ്ട് സായി, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആ, അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്കിനും മഴയായി. എന്നാൽ പിന്നെ സാധനമൊക്കെ എടുക്കാനായിട്ട് അവരകത്ത് സാധനമൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളെ ചുരിദാർ മാറാനായിട്ട് ഇവിടെ വന്ന കേട്ടോ. വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഇത്രേ ഇവിടെ കളക്ഷൻ ഉണ്ടായിട്ടാണ് ആ 2 കൊണ്ടുവന്നത്. എനിക്ക് ഇവിടെ വന്നപ്പോൾ ഇത് 2 ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനപ്പോൾ ഇതും കൂടെ എടുത്തു. എങ്ങനെയുണ്ടോ ഇനി? ഇതെൻ്റെ കൂട്ടുകാരിയാണ് ഷാലു. തൂക്കുപാലത്താണ് കേട്ടോ അവളുടെ വീട്. വീട്ടിൽ തന്നെയാണ്, ഓൺലൈനായിട്ടാണ്. ഇപ്പൊ ഇത് ചുരിദാർ മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ അല്ലേ? ചുരിദാർ തയ്ച്ചത് കൊണ്ടടാ, നേരത്തെ മെറ്റീരിയൽ മാത്രമേ ഉള്ളായിരുന്നു. 2 പീസും അങ്ങനെ എല്ലാം ഉണ്ട്. ഓൺലൈനായിട്ടാണ് ഇപ്പൊ വിൽക്കുന്നത്. പിന്നെ വീട്ടിൽ വന്നും മേടിക്കുന്നുണ്ട് ആൾക്കാർ, അറിയുന്നവർ അടുത്തുള്ളവരെല്ലാം വന്ന് വാങ്ങിക്കുന്നുണ്ട്. വീട്ടിൽ വന്ന് വാങ്ങിക്കുമ്പോൾ കൊറിയർ ചാർജ് തരണ്ട. അതെ, അല്ലെങ്കിൽ അതോടെ ചേർത്തിട്ടാ പറയുന്നത്. അപ്പൊ തൂക്കുപാലത്തോ ഇവിടെ അടുത്ത ഉള്ളവർക്കൊക്കെ വന്നാൽ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്. പിന്നെ നാളെ വരും കുറെ, പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടും കണ്ട് കുറച്ചുകൂടെ വരുന്നുണ്ട്. അപ്പൊ ഇഷ്ടം പോലെ ഇഷ്ടമുള്ളത് നോക്കി എടുത്തോണ്ട് പോവാം. ഇവിടെ വന്നപ്പോ എനിക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടെന്നാലും ഇത് 2 എടുക്കാമല്ലോ. ഇത് രണ്ടും എടുക്കാം. ലാവണ്ടർ ബൈ ഷാലു എന്നാണ് ഫേസ്ബുക്ക് പേജ്. എന്നാ ശരി, ഇടയ്ക്ക് ഇനിയും പുതിയ കളക്ഷനൊക്കെ വരുമ്പോൾ വിളിച്ചാൽ മതി. അന്നേരം വന്ന മഴ പോയെങ്കിലുവേ നല്ലപോലെ പെയ്തല്ലേ? നല്ല സൂപ്പറായിട്ട് മഴ പെയ്തു കേട്ടോ. നല്ല അടിപൊളി മഴയാ. എനിക്ക് ഇഷ്ടപ്പെട്ടു. രാത്രി വീട്ടിൽ കയറണമായിരുന്നു. ഓടിച്ചോണ്ട് പോയായിരുന്നു. ഇവരുടെ വീടേ, ഇപ്പൊ നമ്മള് പോയ വീടേ കറക്റ്റ് തൂക്കുപാലം ടൗണിലാണ് താനും. എന്നാൽ ടൗണിന്റെ യാതൊരു ശല്യവും ഇല്ല. നല്ല അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. നല്ല ആ മിറ്റമൊക്കെ നല്ല ഗ്രാസ് ആയിരുന്നേ, നല്ലതായിട്ട് പുല്ല്. അതെന്നെ പറയാ, നമ്മൾ ചെന്ന സമയത്ത് വീഡിയോ എടുത്തായിരുന്നെ കറക്റ്റ് ആയിരുന്നു. ഇല്ല, അന്നേരം മഴ തൂളാൻ തുടങ്ങിയായിരുന്നു. നല്ല പകല് ഏതാ വൈബ്. വന്നാ നല്ലപോലെ അടിപൊളി മഴ. ഇത്ര നല്ലൊരു മഴ ഇപ്പൊ ഇങ്ങോട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല കേട്ടോ. എന്നാണേലും ഒരാഴ്ച തന്നെ നനയ്ക്കാതെ രക്ഷപ്പെടാൻ തോന്നുന്നു. അതെ അതെ. മഴയത്തെ യാത്ര എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ നൈറ്റ് റൈഡ് നല്ലതായിരുന്നല്ലേ ഓനി? ചായ കുടിച്ചിട്ട് പക്ഷെ വേറെ കുഴപ്പമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തുണിക്കടയിൽ പോയി കേറാത്തത് ഒരു ടെക്സ്റ്റൈൽസ് ഒക്കെ കയറിയ സമയം പോകില്ലോ എന്ന് ഓർത്താ ഇവിടെ പോയത്. ഇപ്പൊ നിങ്ങൾ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ഏതാണ്ട് 3 മണിക്കൂർ പോയെന്ന് എനിക്ക് തോന്നുന്നു. അത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ കൂട്ടുകാരെ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങള് എത്ര വർഷം കൂടി കണ്ടതാണെന്നറിയോ? കോളേജിൽ നിന്ന് പിരിഞ്ഞ പിന്നെ ആദ്യം കാണുക അല്ല, നമ്മൾ ഇവരുടെ കയറി താമസത്തിന് വന്നു. അപ്പോഴാണ് നമ്മള് തിരിച്ചറിയുന്നത്. ഒന്നിച്ച് പഠിച്ചാന്നല്ലേ? അതെ, എന്നുവെച്ചാ അവള് ഡിഗ്രിക്ക് ഞങ്ങള് ഗവൺമെന്റ് കോളേജിൽ ഒരുമിച്ച് പഠിച്ചത്. 1 വർഷമേ ഉള്ളായിരുന്നു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോ അവള് ബാംഗ്ലൂർ പോയി. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് നമ്മള് പിന്നെ കാണുന്നത്. പക്ഷെ എന്നിട്ട് മറന്നു പോയില്ലായിരുന്നു കേട്ടോ, ഓർക്കുന്നുണ്ടായിരുന്നു. വന്ന വഴിക്ക് നല്ല പച്ചക്കപ്പ കണ്ടപ്പോ മഴയാണേലും വേണ്ടിയല്ല പച്ചക്കപ്പ വാങ്ങിക്കാന്നും പറഞ്ഞ് ഇറങ്ങിയതാ. കണ്ടോ പോപ്പി, സോപ്പ് പെട്ടി. അയ്യടി, കാറ് വെക്കാനല്ലേ, സോപ്പ് വെക്കാനുള്ള സംഭവം. കുഞ്ഞേ, ഒരബദ്ധം പറ്റിയിട്ടുണ്ട് നമുക്ക്. വൈറ്റ് പുട്ടുപൊടി എന്നാണ് ഞാനിത് വായിച്ചത്. സത്യത്തിൽ ഇത് വീട്ട് പുട്ടുപൊടിയായിപ്പോയി. അങ്ങനെ നാളെ നമുക്ക് ഗോതമ്പ് പുട്ടുണ്ടാക്കിയാലോ? എടാ പെട്ടെന്ന് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയില്ല. ഈ വായിക്കാനൊക്കെ അറിയാം, കുഴപ്പമില്ല. നമ്മളിതുവരെ ഗോതമ്പ് പുട്ടുണ്ടാക്കിയിട്ടില്ലല്ലോ. ഓ ശരി, ശകലം കഴിച്ചു നോക്കാം. കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നീ കഴിച്ചാൽ മതിയല്ലേ, ഞങ്ങൾ കഴിച്ചോളാം. ചാച്ചനും അമ്മച്ചിയും ഒക്കെ ഇഷ്ടമായിരിക്കും അല്ലേ ഗോതമ്പ് പുട്ട്? നീ ഇതെല്ലാം ഒന്ന് പെറുക്കി ഒതുക്കി സെറ്റാക്കണം. എന്നെ സഹായിക്കണം കേട്ടോ. നീ വേണ്ട, നീ പോയി പഠിച്ചോ, അവൻ സഹായിച്ചോളൂ. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇനിയിപ്പം എന്തായാലും ഒന്ന് പെറുക്കി ഒതുക്കി വെക്കണം. ഉള്ള കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് കുറച്ച് പാക്കിംഗ് ഉണ്ടല്ലേ, അതുകൂടെ ചെയ്യണം. അപ്പം നമുക്കെന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.